നമസ്കാരം. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഡൽഹിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 11:05 ഉത്തരാഖണ്ഡിലെ യോഗ് നഗരി ഋഷികേശിലേക്ക് പോകുന്ന യോഗ എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റെനോവേഷനാണ്. ആ ഭാഗത്തെ മുമ്പുണ്ടായ ബിൽഡിംഗൊക്കെ പൊളിച്ച് പുതിയ അടിപൊളി മോഡേൺ റെയിൽവേ സ്റ്റേഷൻ ആകുകയാണ് ഇവിടെ. ഇനിയിപ്പോൾ യോഗ എക്സ്പ്രസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. മിക്കവാറും 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കാം നമ്മൾ ട്രെയിൻ പുറപ്പെടുക. സമയം 9:50. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ യോഗ എക്സ്പ്രസ് കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 190-38. ഷണ്ടിങ് ലോക്കോമോട്ടീവ് ആണത്. ഒരു ഇരുട്ട് പിടിച്ച പ്ലാറ്റ്ഫോം. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൻ്റെ 3rd AC എക്കണോമിയാണ്. M2 ഈ കാണുന്ന കോച്ച് 2021 മെയ്ഡ് കോച്ചാണിത്. നമുക്ക് തന്നെ ആദ്യമായിട്ട് കോച്ചിലോട്ട് കയറാം. ഇതിൽ വേറെ ആരും പാസഞ്ചേഴ്സ് ആരും കയറിയിട്ടില്ല. ഇതിന് തൊട്ടപ്പുറത്ത് പിന്നെ സ്ലീപ്പറിൽ S1 ആയി. നമ്മുടെ ബെർത്ത് ഇവിടെയല്ല, ഈ സൈഡിലല്ല. 18-ഉം 19-ഉം അത് ഇവിടെ തന്നെയാണ്. ഒരു അപ്പർ ബെർത്തും ഒരു മിഡിൽ ബെർത്തുമാണ് നമുക്ക് കിട്ടിയത്. ഈ ഭാഗത്ത് നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. 3ാമത്തെ റോ. വീതി ഇത്രയേ ഉണ്ടാവുള്ളൂ. 3rd AC എക്കണോമിൻ്റെ അറിയാലോ, കുറച്ച് കൺജസ്റ്റഡ് ആണ്. 80 ബെർത്തുകളുണ്ട് ഇതിലാകെ. ബെർത്തിൻ്റെയൊക്കെ വീതി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒട്ടുമില്ല. 3rd AC തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. ആകെ ഇത്രയേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ കപ്പ് ഹോൾഡേഴ്സൊക്കെ ഉണ്ട്, റീഡിങ് ലൈറ്റ്സ് ഉണ്ട്. മിഡിൽ ബെർത്തിൻ്റെ ഇവിടെ AC വെന്റ്. അതൊക്കെ ഈ ഒരു കോച്ചിൽ മാത്രമേ കിട്ടുള്ളൂ. യോഗ എക്സ്പ്രസിന് ഞങ്ങൾ 2 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ആദ്യം തന്നെ സ്ലീപ്പർ ബുക്ക് ചെയ്യാനായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായത്. വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു, എടുത്താൽ കൺഫേം ആവില്ല. പിന്നെ ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടായത് 3rd AC ആണ്. 3rd AC 6 AC ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് 3rd AC എക്കണോമിയിലേക്ക് വന്നത്. വെറും 4 ബെർത്തുകൾ മാത്രമാണ് അവൈലബിൾ ഉണ്ടായത്. പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയത് ഒരു മിഡിലും ഒരു അപ്പറും. അതായത് ലാസ്റ്റ് കുറച്ച് സീറ്റുകൾ മാത്രമുള്ള സമയത്ത് പ്രിഫറൻസ് കൊടുത്താലും ചിലപ്പോൾ കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും. ഏതായാലും ഒരു അപ്പർ കിട്ടിയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ 3rd AC എക്കണോമിക്ക് നമുക്ക് വന്ന് കാണിച്ചല്ലോ, സ്പേസ് ഒക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പൊ മേലെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ തലയൊക്കെ മുട്ട് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു 3rd AC തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് അഹമ്മദാബാദിൽ നിന്ന് ഡൽഹി ജംഗ്ഷൻ വരെ നമുക്ക് 3rd AC എക്കണോമിക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 1170 രൂപയാണ്. വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണ് ട്രെയിനിന്റെ ലോക്കോമോട്ടീവ്. അൺറിസർവ്ഡിലൊക്കെ നല്ല തിരക്ക് വന്നു. ഇനി വണ്ടി പുറപ്പെടാൻ ഒരു 15 മിനിറ്റും കൂടി ഉണ്ട്. ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഭുജിന്ന് അഹമ്മദാബാദിലേക്കുള്ള വന്ദേ മെട്രോ ഇപ്പം എത്തിയതേ ഉള്ളൂ. ഇതിന്റെ ഫ്രണ്ട് ഭാഗം നല്ല ഹോണടി തന്നെ കിട്ടി. ഇതിന്റെ ഫ്രണ്ട് ഭാഗം കണ്ട തട്ടിയിട്ടൊക്കെ ഉണ്ട്. അഹമ്മദാബാദ് ജംഗ്ഷന്ന് കറക്റ്റ് 11:05 തന്നെ യോഗ എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. അഹമ്മദാബാദ് സ്റ്റേഷന്റെ കോഡ് വരുന്നത് ADI എന്നാണ്. ബുള്ളറ്റ് ട്രെയിനിന്റെ സ്റ്റേഷനാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. ബുള്ളറ്റ് ട്രെയിൻ ഇതുവഴിയാണ് കടന്നു പോവുക. ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ട്. ബുള്ളറ്റ് ട്രെയിൻ ഉള്ളത് സബർമതിന്ന് മുംബൈ വരെയാണ്. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ട്.
ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ സബർമതി റിവർ നമുക്ക് കാണാം. സബർമതി എന്തൊരു വൃത്തിയാണെന്ന് പറയും ഈ ഭാഗമൊക്കെ. ഇവിടെ തന്നെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഈ കാണുന്നൊക്കെ വീടുകളാണ്. സബർമതി ജംഗ്ഷൻ. ഈ ട്രെയിൻ പോകുന്നത് സബർമതി ബീച്ചിലേക്കാണ്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. പലർക്കും ഇപ്പോഴും ഒരു സംശയം ഉണ്ടാവാറുണ്ട്, സബർമതി ജംഗ്ഷനും ബീച്ചിയും കുറേ ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന്. അവിടെയാണ് ആ സ്റ്റേഷൻ ഉള്ളത്. ആ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരാനുള്ള ഒരു വഴിയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതുവഴി തന്നെ നിങ്ങൾക്ക് നടന്നിട്ട് വരാം. സ്റ്റേഷൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങി പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. അത് നേരെ പോകുന്നത് സബർമതി ബീച്ചിലേക്കാണ്. സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്നത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ്. ഈ ഹൈസ്പീഡ് റെയിൽ പ്രൊജക്റ്റ് ഇല്ലേ, അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. സബർമതിയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. പതിനൊന്ന് 26 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. സബർമതിയിൽ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ സബർമതി റെയിൽവേ സ്റ്റേഷനിലും റെനോവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആശ്രമമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഈ സബർമതി ജംഗ്ഷനും ബീച്ചിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും ആദ്യമായിട്ട് വരുന്നവർക്ക്. മെട്രോ ഉണ്ട് അഹമ്മദാബാദ് ജംഗ്ഷനിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ആ റൂട്ട് ശരിക്കും മനസ്സിലായല്ലോ. 12:05 ട്രെയിൻ ഇതാ ഗാന്ധിനഗർ ക്യാപിറ്റൽ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 1.5 സ്റ്റേഷൻ തന്നെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. മോഡേൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടത്തേക്ക് മാത്രമായിട്ട് ഒരു തവണ വരണം. ഗാന്ധിനഗർ ക്യാപിറ്റൽ സ്റ്റേഷനിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റേഷനിൽ തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. നമ്മുടെ അഹമ്മദാബാദിൽ നിന്ന് 28 കിലോമീറ്റർ മാറിയിട്ടാണ് ഗുജറാത്തിന്റെ തലസ്ഥാന നഗരം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേരാണ് ഈ നഗരത്തിന് കൊടുത്തത്. ഈ നഗരം എന്ന് പറഞ്ഞാൽ ഒരു സെക്ടറുമായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ കാശ്മീരേക്ക് സ്കൂട്ടർ എടുത്തിട്ട് 2020 സമയത്ത് പോയ സമയത്ത് ഇതുവഴിയാണ് പോയത്. നല്ല അത്യാവശ്യം നല്ല സിറ്റി തന്നെയാണ് ഗാന്ധിനഗർ. പഴയ സ്റ്റേഷനിൽ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല. ഇവിടുന്ന് വന്ദേ ഭാരത് പോകുന്നില്ല. രണ്ട് മുംബൈയിലേക്കുള്ള വന്ദേ ഭാരത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇവിടെയാണ് പിന്നെ നല്ലൊരു വെളിച്ചമുള്ളത്. ആ ഒരു മെയിനായിട്ടുള്ള റൂഫും കൂടെ വന്നതുകൊണ്ടാണ് നല്ല ഇരുട്ട്. ഇവിടെയാണ് ആ ഒരു ഹോട്ടൽ.
ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ട്രെയിൻ ഇപ്പം മഹസാന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പട്ടണം കാണാം. നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. മഹേസണ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഹിന്ദിയിൽ മഹേസണ തന്നെയാണ്. ചില സ്റ്റേഷൻ്റെ പേര് പറയുമ്പം ചില തെറ്റുണ്ടാവും. അത് ആ ഒരു പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. കൂടുതലിപ്പോൾ ഹിന്ദി തന്നെയാണ് ഞങ്ങൾ പറയാറുള്ളത്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ആകെ 8 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് റൂട്ട് പോകുന്നുണ്ട്. വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ വന്ന റൂട്ട്, ഇനിയിപ്പോൾ പോകുന്ന പലമ്പൂർ റൂട്ട്, അതുപോലെ തന്നെ വിറങ്കത്തേക്ക് റൂട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരുപാട് നാളുകൾക്ക് മുന്നേ ജോധ്പൂരിൽ നിന്ന് സബർമതിയിലേക്ക് ഒരു ഇന്റർസിറ്റി വന്നിട്ട് പഠാൻ വഴി, അപ്പം അങ്ങോട്ടേക്ക് ഒരു റൂട്ട് പോകുന്നത് ഇവിടുന്നാണ്. WDG 4G. ലോക്കൽ പഠാനിലേക്ക് പോകുന്ന ട്രാക്ക് ഇതാണ്. ട്രെയിൻ അങ്ങനെ ഉഞ്ച സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യോഗ എക്സ്പ്രസ് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇതേ ലോക് ശക്തി എക്സ്പ്രസ് ആയിട്ടാണ് റേക്ക് ഷെയറിംഗ് ഉള്ളത്. ബാന്ദ്ര ടെർമിനസിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ട്രെയിൻ. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. സ്ലീപ്പറിലേക്കുള്ള ആൾക്കാരുടെ കയറുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ സ്ലീപ്പറിൻ്റെ ഈ ഡോറിൻ്റെ ഭാഗത്തൊക്കെ ഈ കാറ്ററിങ്ങുള്ള ഇവരൊക്കെ സാധനമൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഇത് സരസ്വതി നദിയാണ്. പക്ഷെ വെള്ളമൊന്നുമില്ല. വറ്റി വരണ്ട് കിടക്കുക. ഈ ട്രെയിൻ നേരത്തെ നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോയതാണ്. അതിനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും ഓവർടേക്ക് ചെയ്തു. വീണ്ടും അത് നമ്മളൊരു സ്റ്റേഷൻ ഓവർടേക്ക് ചെയ്യുകയാണ്. നേരത്തെ കണ്ട ആ ട്രെയിനില്ലേ, അതും നമ്മുടെ യോഗ എക്സ്പ്രസും പാരലൽ റണ്ണാണ്. ഗുഡ്സൊക്കെ നല്ല പോക്ക് തന്നെയാണ്. ഇത് എത്രത്തോളം കിലോമീറ്റർ ഒരേപോലെ പോകുന്നു നമുക്ക് നോക്കാം. അത് സ്ലോ ആയിട്ടാ. അത് സ്ലോ ആയി. നമ്മളുടെ ട്രെയിനിൻ്റെ സ്പീഡും കൂട്ടി. ബിലിഡി സമഖ്യാലി വഴി നേരെ പലമ്പൂരിലേക്ക് വരുന്ന റൂട്ടാണിത്. പലമ്പൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2:20 പലമ്പൂർ ജംഗ്ഷൻ. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, സബർമതി പ്രയാഗ്രാജ്. ഇത് കുംഭമേളക്ക് ഉള്ള ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. മഹാകുംഭമേള എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ വർക്കൊക്കെ കണ്ടോ അതിവിടെ? ഇവിടെ പ്രയാഗ്രാജ്, വാരണാസി, അയോധ്യ, ധാം എന്നുള്ള നല്ല സ്റ്റിക്കറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. മാപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അവനോട്. ഫുള്ള് ഇതാ എല്ലാ കോച്ചിലും ഉണ്ട്. പിന്നെ ഇവിടേക്ക് ഇതാ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. സമോസയാണ് ഇതാ ഇവിടെ കാണുന്നത്. ഗുജറാത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണ്. അടുത്തതിനി രാജസ്ഥാനിലേക്ക് കയറുകയാണ്.
ട്രെയിൻ ഇപ്പോൾ 100 km/h സ്പീഡിലാണ് പോകുന്നത്. 110. ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് കയറിയിരിക്കുകയാണ്. ആരവല്ലി പർവ്വത നിരകളാണ് തൊട്ട് മുന്നിലായി കാണുന്നത്. അബു റോഡ് സ്റ്റേഷനിലേക്ക് ഒരു 5 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. വരുന്ന വഴി മുഴുവനും മലനിരകൾ തന്നെയാണ്. പക്ഷെ എല്ലാം ഒരുപാട് ദൂരെയായിട്ടാണ്. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു ആണ് തൊട്ട് മുന്നിലായി കാണുന്നത്. ട്രെയിൻ അങ്ങനെ അബു റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 നമ്പർ പ്ലാറ്റ്ഫോമാണിത്. അബു റോഡ് സ്റ്റേഷനിൽ ഈ ട്രെയിൻ ആകെ 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിന്റെ കീഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രാജസ്ഥാനത്തെ ഏക ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. ആ മൗണ്ട് അബുലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേഷൻ ഇറങ്ങിയാൽ മതി. ഒരു 25 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. വണ്ടിയൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ രാജസ്ഥാനിൽ കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ കൂടുതൽ മരുഭൂമി തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി ഈ ഗുജറാത്ത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഈ മൗണ്ട് അബുവിൽ എന്ന് പറഞ്ഞാൽ ലേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദു ജൈന റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സ്ഥലം കൂടിയാണ്. നമുക്ക് സൂര്യോദയം അതുപോലെ തന്നെ സൂര്യാസ്തമൊക്കെ കാണാൻ പറ്റിയ സ്ഥലം കൂടിയാണ് മൗണ്ട് അബു. ഈ മൗണ്ട് അബു വരുന്നത് ഈ ആരവല്ലി പർവ്വത നിരകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ് വരുന്നത്. ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. ഒരു തവണ എന്തായാലും പോകണം. ട്രെയിൻ എങ്ങനെ ഫാൽന സ്റ്റേഷനിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇങ്ങനെയാണ് ഒരു ട്രെയിൻ ഇവിടെ വരാനുണ്ട്. നല്ല തിരക്ക് കാണുന്നുണ്ട്. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന യോഗ എക്സ്പ്രസിന് എങ്ങനെയാണ് ഈ പേര് കിട്ടിയെന്ന് അറിയണ്ടേ? നമ്മളെ ട്രെയിൻ പോകുന്നത് ഉത്തരാഖണ്ഡിലത്തെ യോഗ് നഗരി ഋഷികേശിലേക്കാണ്. ഋഷികേശിൽ തന്നെ 2 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഞങ്ങളുടെ വീഡിയോയിലൊക്കെ കാണിച്ചാണ്. ഈ ഋഷികേശ് എന്ന് പറയുന്നത് യോഗ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അതായത് ലോകത്തിന്റെ യോഗ തലസ്ഥാനം. യോഗ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ട്രെയിൻ പോകുന്ന അങ്ങോട്ട് കാണാലോ. അതുകൊണ്ടാണ് ഈ ട്രെയിന് യോഗ എന്ന് പറഞ്ഞൊരു പേര് വന്നത്. നല്ല തണുപ്പ് വന്ന് തുടങ്ങി. സമയം 5 മണിയൊക്കെ ആകാനായല്ലോ. ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഹോണടിച്ചു. ലാൽഗഡിൽ നിന്ന് ദാദറിലേക്ക് പോകുന്ന റണക്പൂർ എക്സ്പ്രസ് ആണത്. ഇവിടെ ഗുഡ്സുകൾക്ക് പോകാൻ സെപ്പറേറ്റ് ട്രാക്കൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വേറൊരു ട്രെയിനെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുകയാണ്. അത് ഇതിനെക്കാട്ടി സ്പീഡിൽ പോവുക. ഇവിടെ മുഴുവൻ ഓവർടേക്കിങ് മാത്രമേ ഉള്ളൂ. ഗുഡ്സൊക്കെ എന്താ സ്പീഡിലാണ് പോകുന്നത്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ പാൻറ്റോഗ്രാഫ് ഇല്ലേ, ട്രെയിനിൻ്റെ ആ ഒരു ലോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ നമ്മൾ ഈ ഗുഡ്സ് ട്രെയിൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പാൻറ്റോഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയോ ഹൈറ്റിലാണ്. ഇവിടെ ഡബിൾ ഡെക്കർ കണ്ടെയ്നർ ട്രെയിനൊക്കെ പോകുന്നതാണ്. അത് പോയി. ഒരു വെറൈറ്റി പേരുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. 4:55 റാണി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടെ ആർമി വണ്ടികളാണ് കൊണ്ടുപോകുന്നത് ട്രെയിനിൽ.
5:40 ട്രെയിൻ അങ്ങനെ മർവാഡ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5:50 എത്തേണ്ടത്, ബിഫോർ ടൈം. ഇവിടെ സ്റ്റോപ്പില്ലാത്ത ഏതൊരു ട്രെയിനാണിത്. WP5 ആണ് ലോക്കോമോട്ടീവ്. വഡോദര ഗരീബ് രാത്ത് എക്സ്പ്രസ്, ഡൽഹി സറൈ റോഹില്ല ബാന്ദ്ര. മുംബൈ ഗരീബ് രഥാണിത്. ഇപ്പം ഗരീബ് രഥ് ഏതാ രാജധാനി ഏതാ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എല്ലാത്തിനും LHP. കളർ കോഡെല്ലാം ഒരേപോലെ തന്നെയാണല്ലോ. പിന്നെ ആകെയുള്ള ഒരു ഡിഫറൻറ്റ്, ഇത് തേർഡ് AC എക്കണോമിയാണ്. ഇവിടെ 5:50 എത്തി. 5:55 എടുക്കേണ്ട ട്രെയിനാണ്. നേരത്തെ എത്തി. ഒരുപാട് സമയം ഇപ്പം ഇവിടെ കിടക്കാം. വലിയ തിരക്കൊന്നുമില്ല സ്റ്റേഷനിൽ. ഈ മറുപാട് ഉണ്ടല്ലോ ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന റൂട്ട് ഉണ്ടല്ലോ അത്, അതുപോലെ തന്നെ ഈ അജ്മീറിലേക്ക് പോകുന്ന റൂട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ലൂണി വഴി ജോധ്പൂരേക്ക് പോകുന്ന ഒരു റൂട്ടുണ്ട്, അതുപോലെ തന്നെ പാട്നയിലേക്ക് ഒരു റൂട്ടുണ്ട്. അതുകൊണ്ടാണ് ജംഗ്ഷൻ വന്നത്. അതിന് പുറമെ എടുത്ത് പറയേണ്ട വേറൊന്നും കൂടി ഉണ്ട്. ഇവിടുന്ന് ഉദയ്പൂരിനടുത്തേക്കില്ല മാവലിയിലേക്ക് ഒരു മീറ്റർ ഗേജ് പോകുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ വീടൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ആ വണ്ടി നിലവിൽ ഓടുന്നതെന്ന് അറിയില്ല കേട്ടോ, നമ്മുടെ ആപ്പിലൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ജംഗ്ഷൻ വന്നത്. നമ്മുടെ നാട്ടിൽ നിന്നുണ്ടല്ലോ പ്രധാനപ്പെട്ട 2 വണ്ടികൾ മാത്രമേ മറുപാട്ടിലേക്ക് വരുന്നുള്ളൂ. ഒന്ന് വെച്ചാൽ തിരുവനന്തപുരം നോർത്ത് ശ്രീഗംഗാനഗറിലേക്ക് പോകുന്ന വീക്ക്ലി, പിന്നെ ഒന്ന് കോയമ്പത്തൂരിൽ ഈസാറിലേക്ക് പോകുന്ന AC എക്സ്പ്രസ്. മറുപാട് മീറ്റർ ഗേജ് സ്റ്റേഷനൊക്കെ വരുന്നത് അങ്ങ് അവിടെയാണ്. ഞങ്ങൾ പറഞ്ഞ ട്രെയിൻ അതാണ്, മാവലിയിലേക്ക് പോകുന്ന ആ ഒരു ട്രെയിൻ. ഇതിൻ്റെ യാത്രയുടെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ തന്നെ കൊടുക്കുക. അടിപൊളി ഒരു ട്രെയിനാണ്, അടിപൊളി റൂട്ടും കൂടിയാണ്. അപ്പോൾ അതാ അവിടെയാണ് ആ ഒരു മറുപാട് ജംഗ്ഷൻ, ആ സ്റ്റേഷൻ വരുന്നത്. കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഒരൊറ്റ ട്രെയിൻ മാത്രമേ അജ്മീറിലേക്കുള്ളൂ. അത് എല്ലാ ഞായറാഴ്ചയും എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന മരുസാഗർ എക്സ്പ്രസ് ആണ്. ആ ട്രെയിന് ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ അജ്മീർ എത്താം അത് നമുക്ക് നോക്കിയാലോ. അതായത് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഈ യോഗ എക്സ്പ്രസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ വണ്ടി എന്ന് പറയാം. നമ്മൾ രാവിലെ 11:05 അഹമ്മദാബാദിൽ നിന്ന് കയറിയത്. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് നേരെ അഹമ്മദാബാദിലേക്ക് വരിക. അഹമ്മദാബാദിലേക്ക് വരാൻ ഒരുപാട് വണ്ടികളുണ്ട്. വീക്കിലി ആയിട്ടുള്ള വണ്ടികൾ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരാവാലേക്ക് പോകുന്ന വീക്കിലി വണ്ടി, തിരുവനന്തപുരത്ത് ഭാവനഗറിലേക്ക് പോകുന്ന വണ്ടി, തിരുവനന്തപുരത്ത് ശ്രീഗംഗാനഗറിലേക്ക് പോകുന്ന വീക്കിലി വണ്ടി, നാഗർകോവിൽ നിന്ന് ഗാന്ധിധാമിലേക്ക് പോകുന്ന വീക്കിലി വണ്ടി, അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ആഴ്ചയിൽ 2 ദിവസം പോകുന്ന ഓക്ക എക്സ്പ്രസ്. ഈ വണ്ടികൾ മാത്രം കയറാം. വേറെ വണ്ടികളൊക്കെ വ്യത്യസ്തമായ ടൈമിലാണ് അഹമ്മദാബാദിൽ എത്തുന്നത്. അപ്പൊ ഈ ഒരു വണ്ടി കിട്ടൂല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ വണ്ടികൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഹമ്മദാബാദിൽ എത്തുന്നത് രാവിലെ 6:30, 6:45, 7 മണിയോട് കൂടി എത്തും. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 4 മണിക്കൂർ നിങ്ങൾക്ക് അഹമ്മദാബാദ് ജംഗ്ഷനിൽ സ്പെൻഡ് ചെയ്യുക. അവിടെ വെയിറ്റിംഗ് റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷ് ആയ ശേഷം 11:05 ഈ വണ്ടിക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഒരു 8:15, 8:30 കൂടി നിങ്ങൾക്ക് അജ്മീറിലെത്താം. ഇതിന്റെ കോച്ചിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കണക്ഷൻ ട്രെയിനിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മൺസൂൺ സമയത്ത് ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക. കാരണം മൺസൂൺ സമയത്ത് ഈ വണ്ടി കണക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോൺക്രീറ്റ് ഡ്രൈവിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു കണക്ഷൻ. പിന്നെ നേരത്തെ മറുപാട് റെയിൽവേ സ്റ്റേഷൻ കണ്ടു. അവിടുത്തെ 2 ട്രെയിനുകൾ ഈ സ്റ്റേഷനിലേക്ക് വരുന്ന കാര്യം പറഞ്ഞു. ശ്രീഗംഗാനഗറും ഇസാർ വണ്ടിയുടെ കാര്യം പറഞ്ഞു. കോയമ്പത്തൂർ ഇസാർ AC എക്സ്പ്രസ് അതിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മറുപാട് ഇറങ്ങിയിട്ട് മറുപാട് 140 കിലോമീറ്റർ മാത്രമേ അജ്മീറിലേക്ക് പോകാനുള്ളൂ. ഒരുപാട് വണ്ടികൾ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കണക്ഷൻ വഴി അജ്മീറിലെത്താം. 8:06 ട്രെയിൻ ഇതാ അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 8:25 എത്തേണ്ടത്, ബിഫോർ ടൈം. അതുപോലെ തന്നെ രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ്. നമ്മുടെ ബെർത്ത് തന്നെ അത് കൊണ്ടുതരും. അജ്മീർ നമ്മുടെ ട്രെയിൻ വന്നത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അജ്മീർ ജംഗ്ഷൻ ഇപ്പോൾ 8:25 സമയം. ഞങ്ങൾ കുറേ നേരം ട്രെയിനിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഫുഡ് നമ്മുടെ ബെർത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഇവിടെ റെയിൽവേൻ്റെ റിട്ടയർ റൂമൊക്കെ ഉണ്ട്. അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെയാണ്. നവീത തണുപ്പെന്ന് ഇടേണ്ട ഈ ഡ്രസ്സൊക്കെ എടുത്ത് നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ അജ്മീർ ദർഗയ്ക്ക് ഇവിടുന്ന് ബാക്കി ഡിസ്റ്റൻസ് മാത്രമേ നടന്നു പോയാലോ ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടേക്ക് പോയതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, നല്ലൊരു കണക്ഷൻ വണ്ടിയാണ് ഈ യോഗ എക്സ്പ്രസ് എന്നത്.
ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഭക്ഷണം ഇതാണ്. ഇതൊരു വെജ് താലിയും ഇത് ലച്ച പറാത്തയാണ്. നല്ല പാക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ബർത്തിൽ ഇതിൻ്റെ വേസ്റ്റ് ഒന്നും ആവാൻ പാടില്ലല്ലോ. ഒരു പത്രയ്ക്ക് വിരിച്ചിട്ടുണ്ട്. നവീൻ്റെ തല കണ്ട അത് അവിടെ മുട്ടി അത്രയും സ്പേസ് ഇല്ലാത്തൊരു അല്ലേ. തേർഡ് എ സി എക്കണോമിന്റെ അപ്പർ ബർത്ത് കയറിയ അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാ വീട്ടിലും പറഞ്ഞതാണ്. പിന്നെ നമ്മൾ താഴത്തെ പാസഞ്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് തിരിച്ച് കിടന്നൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രണ്ടുപേരും മേലെ കയറിയത്. അതെ, മാത്രമല്ല ഉച്ചയ്ക്ക് ഞങ്ങൾ അധികം വലിയ ഫുഡൊന്നും കഴിച്ചില്ല. ആപ്പിള്, പഴം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. പിന്നെ രാത്രിക്ക് നല്ലൊരു ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിക്കാമെന്ന് കരുതി ഇതാദ്യം ഓപ്പൺ ചെയ്തു നോവി. പിന്നെ മനു അതുപോലെ തന്നെ ട്രെയിനുണ്ടല്ലോ നോൺ വെജ് ഫുഡൊന്നും കിട്ടില്ല കേട്ടോ. കാരണം വണ്ടി ഋഷികേശ് ഹരിദ്വാർ ഭാഗത്തൊക്കെ പോകുന്നതല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം മൊത്തം വെജ് ഫുഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം ഞങ്ങളും വെജ് ഫുഡ് തന്നെയാണ് വാങ്ങിച്ചത്. കാരണം കൂടുതലും നല്ലത് വെജ് തന്നെയാണ്. താലിൻ്റെ അകത്തുള്ളത് റൈസ് ഉണ്ട്, പരിപ്പ് കറി, ദാല്, അതുപോലെ തന്നെ ആലു മട്ടർ, 3 ബട്ടർ ചപ്പാത്തി, പിന്നെ ഇത് തൈരാണ്. അതുപോലെ തന്നെ ഇത് പനീർ കറിയും ഇതൊരു സ്വീറ്റുമാണ്. അപ്പോൾ പിന്നെ ഇത് അച്ചാറാണെന്ന് തോന്നുന്നു. ഇതിനിടയിൽ ഇതുണ്ടല്ലോ, സാലഡ് ഉണ്ടല്ലോ. സാലഡും ഉണ്ട്. അപ്പോൾ നല്ല പാക്കിംഗ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഫുഡും ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇതാ ലച്ച പറാത്ത. ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നാൽ പിന്നെ രാത്രിക്ക് ഇനിയിപ്പോൾ വിരിച്ചൊക്കെ വെക്കാമെന്ന് കരുതി. ഇതിൽ ഇതാ വെസ്റ്റേൺ റെയിൽവേ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 2 ഷീറ്റും ടവലുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു ഷീറ്റ് ഇവിടെ വിരിച്ച്, പിന്നെ കമ്പിളിയില്ലേ അത് ഏറ്റവും അടിയിലാണ് വിരിച്ചത്. പിന്നെ ഇവിടെ ഇതാ ഒരു പില്ലോയും കൂടി ഉണ്ട്. സമയം 9:40 ഫുലേര റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് രാജസ്ഥാൻ്റെ ക്യാപിറ്റലായ ജയ്പൂരിലേക്ക് 55 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഡൽഹിയിലെത്തുക വെളുപ്പിന് 4:30 ആകുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ കിടക്കാമെന്ന് കരുതി. കാരണം കഴിഞ്ഞ ദിവസമൊന്നും ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ കുറേ ടയേർഡുമായി. കാരണം രാവിലെ മുതലേ തുടങ്ങിയ വ്ളോഗാണല്ലോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 4:45. ഡൽഹി സറൈ റോഹില്ല സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഡൽഹി ജംഗ്ഷനിലേക്ക് ട്രെയിൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ അങ്ങനെ ഡൽഹി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദിൽ നിന്നും 955 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ ഡൽഹിയിൽ ട്രെയിൻ എത്തിയത്. 4:50 ട്രെയിൻ എത്തേണ്ടത്. 5:25. നല്ല കോടയാണ്, ഒന്നും വിസിബിൾ ആവുന്നില്ല. ഒരു 5 മിനിറ്റ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാ. പ്ലാറ്റ്ഫോം തുടങ്ങി. ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ഉണ്ട്. അതിന്റെ ലൈറ്റ് മാത്രം കാണുന്നുണ്ട്, ബാക്കിയൊന്നും കാണുന്നില്ല. ഡൽഹി ജംഗ്ഷൻ. DLI എന്നാണ് സ്റ്റേഷന്റെ കോഡ്. അവിടെ ഒരു ട്രെയിൻ പുറപ്പെട്ടു ഓടുന്നു. ഇത് 11ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അഞ്ച് 30 എന്തൊരു കോടയാ നോക്കിയേ. ഇനിയിപ്പോൾ ഈ ട്രെയിൻ ഹരിദ്വാർ വഴി യോഗ്നഗരി ഋഷികേശിലോട്ട് പോകും. ഉച്ചയ്ക്ക് 12:30 ട്രെയിൻ അവിടെ എത്തും. ഇനിയിപ്പം ഞങ്ങൾ നേരെ വെയിറ്റിംഗ് റൂമിലേക്ക് പോവുകയാണ്. നല്ലൊരു വെളിച്ചം വന്നതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആദ്യം തന്നെ കാര്യം ഇപ്പോൾ വലിയ തിരക്ക് വന്നിട്ടില്ല. 8:30. ഇത്ര നേരം ഞങ്ങൾ ഇരുന്നത് ഈ വെയിറ്റിംഗ് ഹാളിലാണ്. 1 മണിക്കൂറിന് ഒരാൾക്ക് 10 രൂപയാണ് ചാർജ് വന്നത്. ഇവിടെ കണ്ടതാ മുഴുവനും കോട കൊണ്ട് നിറഞ്ഞിട്ടാണുള്ളത്, ഒന്നും വിസിബിൾ ആവുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഡൽഹി ജംഗ്ഷൻ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. പുറത്തും നല്ല തണുപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് നവിക്ക് നല്ല മാച്ചാണ്. നീല മാസ്ക്, നീല ഡ്രസ്സ്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര പൊല്യൂഷൻ ആണെന്നല്ല. കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ ജലദോഷം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാസ്ക് ഒക്കെ എടുത്തു വന്നത്. അതുപോലെ തന്നെ കണ്ണാടി വെച്ചു. ഇല്ലെങ്കിലും നമ്മുടെ കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. വല്ലാത്ത അവസ്ഥ. പൊടിയല്ലേ നല്ല. ഇതിപ്പോ വെച്ചപ്പോണ്ടല്ലോ ഒരു മറ്റേ ആവി കയറുന്നു കാണും. അതങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ റൂം എടുത്തത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അതായത്
പഹർഗഞ്ച്. അപ്പോൾ അവിടത്തേക്ക് ഇനിയിപ്പം നമുക്ക് പോകണം. ഇവിടെ തന്നെ നമുക്ക് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, തൊട്ടടുത്ത് തന്നെയാണ്. നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്ക് തന്നെയാണ്. മെട്രോ കയറി നേരെ ന്യൂഡൽഹിയിലേക്ക് പോവാം. ഞങ്ങൾ അവിടുന്ന് പതിയാണ് വന്നത്. ഇപ്പോൾ 10:52 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ 11 മണിയായ സമയത്തെ ഒരു അന്തരീക്ഷം കണ്ട. ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ പഹർഗഞ്ചിലോട്ടുള്ളൂ. നമ്മുടെ റൂം ഇവിടുന്ന് ഒരു 800 മീറ്റർ. ഡൽഹിയിൽ ഏറ്റവും ചീപ്പായിട്ട് റൂം കിട്ടുന്ന ഒരു ഏരിയ ആണിത്. 500 രൂപ മുതൽ ഇവിടുന്ന് നല്ല റൂമുകളൊക്കെ കിട്ടും. ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വരുന്ന ഏറ്റവും നല്ലത്. പിന്നെ ബാർഗെയിൻ ചെയ്തിട്ടും എടുക്കാം. നമ്മളുടെ റൂം ഇവിടുന്ന് ഒരു 200 മീറ്ററും കൂടി ഉണ്ട്. നല്ല പൊല്യൂഷനാണ് ഇവിടെ. ഓൺലൈൻ വഴി ഞങ്ങൾ എടുത്ത മുറി ഇതാണ്. ഇത് നല്ലൊരു മുറി തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാ ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ വെസ്റ്റേൺ ടൈപ്പാണ്, നല്ല വൃത്തിയുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു മിററൊക്കെ ഉണ്ട്. ഇത് AC റൂമാണ്, പക്ഷേ ഇവിടെ AC-ൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് നോൺ AC എന്നാണ് കണ്ടത്. പക്ഷെ കിട്ടിയപ്പോൾ നമുക്ക് AC റൂം തന്നെയാണ് ഇതാ കിട്ടിയത്. ഇവിടെ ഒരു TV ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല സ്പേസ് ഉള്ള ഒരു മുറി തന്നെയാണ്. ഒരു ഷെൽഫൊക്കെ ഉണ്ട്, നമ്മുടെ ബാഗൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഈ അടുത്ത കാലത്ത് എടുത്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മുറി തന്നെയാണ്. കാരണം റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് റൂം ബുക്ക് ചെയ്തത്. ഡൽഹിയിൽ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ട് 500, 700, ഒരു 800 രൂപേൻ്റെ റൂമൊന്നും ഞങ്ങൾ നോക്കിയില്ല. കാരണം അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ നോർമൽ അല്ലാത്ത ഈ തണുപ്പല്ലാത്ത സമയത്താണെങ്കിൽ അതൊക്കെ ഓക്കെയാണ്. ഗോയിബിബ വഴി ഇവിടെ 1100 രൂപക്കാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ അഹമ്മദാബാദിൽ നിന്ന് യോഗ എക്സ്പ്രസ്സിൽ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയല്ലോ. അത്യാവശ്യം നല്ല വണ്ടിയാണ്. അതിന്റെ സകലമാന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് യാത്ര തന്നെയായിരുന്നു. കാരണം ട്രെയിനകത്ത് നമുക്ക് എന്താ പറയാ, മോശമായിട്ട് ഒരു അനുഭവം തന്നെ ഒന്നും ഉണ്ടായില്ല. പിന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ ഒരു സമയത്ത് ആയതുകൊണ്ടായിരിക്കാം രാവിലെ ഇറങ്ങിയത് മുതൽ ഇപ്പൊ 11-12 മണിയായി. ഭയങ്കര തണുപ്പ്. തണുപ്പിന്റെ കാര്യം പറയുമ്പോൾ രാവിലെ ഇങ്ങനെ ഇങ്ങനെ ചെവിയിലേക്ക് അടിച്ചു കയറും. വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഡൽഹിയിൽ ഈ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. തീർച്ചയായും. അപ്പൊ എന്താ പറയാ, യോഗ എക്സ്പ്രസിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ ബൈ.